ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. H3 ഹെസ വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചൊർപ്പത്തിരിയാണ്. ഇറച്ചിപ്പത്തിരി, ചൊർപ്പത്തിരി എന്നൊക്കെ ഇതിന് പേര് പറയും. ഇത് കുറേ ലെയറായിട്ടാണ് ഉണ്ടാവുക, അതുകൊണ്ടാണ് ഇതിന് ചൊർപ്പത്തിരി എന്ന പേര് വന്നത്. ഇതിനായിട്ട് ഞാൻ 1 കപ്പ് സാധാരണ പച്ചരി എടുത്തിട്ടുണ്ട്. അതേ കപ്പിൻ്റെ അളവിൽ നെയ്ച്ചോറിൻ്റെ അരിയും എടുത്തിട്ടുണ്ട്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാനൊരു 8 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അത്രയും സമയമില്ലെങ്കിൽ നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒരു 3-4 മണിക്കൂർ കുതിർത്ത് വെക്കുക. ഞാനിത് വൈകുന്നേരത്തേക്കാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് രാവിലെ കുതിർത്ത് വെച്ചതാണ്. ഞാൻ ഈ അരി കുതിർത്ത് വെച്ചത് ഒരു മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 5 ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒന്ന് അരിഞ്ഞതിന് ശേഷം. ഇനി ഇതിലേക്ക് ഒരു തേങ്ങയുടെ പകുതി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് മാത്രം ചോറ് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് പട്ട, ഒരു 2-3 ഗ്രാമ്പൂ, ഒരു 2 ഏലക്ക, പിന്നെ കുറച്ച് വലിയ ജീരകം ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് നന്നായി അരച്ചെടുക്കാം. ദോശമാവിൻ്റെയൊക്കെ ആ കൺസിസ്റ്റൻസിയിൽ വേണം ഇത് അരയാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ ചൊർപ്പത്തിരിക്ക് വേണ്ട മസാല ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ഒരു അടി കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. ചൊർപ്പത്തിരിക്ക് ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ എടുക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അതിലേക്ക് 2 സവാള, 2 വലിയ പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിട്ട് കൊടുക്കാം. ഈ സവാള വേഗം കുക്കാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ 300 ഗ്രാം ചിക്കൻ ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ സവാളയിലേക്ക് ഞാൻ കുറച്ച് പൊടി മാത്രമേ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ആക്കുക. പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒരു 2 മിനിറ്റ് ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഞാൻ വേവിച്ച് വെച്ച ചിക്കൻ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ട് ചതച്ചെടുത്താലും മതി. ഇനി നമുക്ക് ആ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കാം. ഇത് ബീഫ് വെച്ചിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. ബീഫാകുമ്പോൾ ഇത് കുറച്ചുകൂടെ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഈ ചിക്കൻ നന്നായിട്ട് മിക്സ് ആവുന്നവരെ ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എൻ്റെ വീഡിയോ കാണുന്ന കൂടുതൽ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ഇനി അങ്ങോട്ട് ഇടുന്ന വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഈ മസാലയിലേക്ക് കഴുകി വൃത്തിയാക്കിയ മല്ലിയില ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം. ഈ ചൊർപ്പത്തിരി സ്റ്റീം ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇതിനായിട്ട് ഞാനൊരു സ്റ്റീമർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലൊരു സ്റ്റീലിൻ്റെ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ചെറിയ പാത്രമായതുകൊണ്ട് കുറച്ച് ലെയർ മാത്രമേ കിട്ടുകയുള്ളൂ. കുറച്ചുകൂടെ വലിയ പാത്രമുണ്ടെങ്കിൽ അതെടുക്കുക. ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ നെയ്യ് എല്ലാ ഭാഗത്തേക്കും ഒരു ബ്രഷ് കൊണ്ട് തേക്കുക. ഇതിൻ്റെ സൈഡിലേക്കൊക്കെ ആവണം. ഇനി നമുക്ക് ആദ്യത്തെ ലെയർ മാവ് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ മാവ് ഉണ്ടാവേണ്ടത്. ഇനി നമുക്കിതൊരു 2 മിനിറ്റ് മൂടി വെക്കുക. ഈ മാവ് ഒന്ന് കുക്കായതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഇട്ട് കൊടുക്കാം. കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് വേണം മസാല ഇട്ട് കൊടുക്കാൻ. മസാല ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഇട്ട് കൊടുക്കുക. ഇത് ആവിക്ക് വെക്കുന്നത് കൊണ്ട് തന്നെ ഇതിലേക്ക് അധികം നമുക്ക് എണ്ണയൊന്നും ആവശ്യമില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ നോമ്പിനും പിന്നെ സൽക്കാരത്തിനും അങ്ങനെ ഒരുവിധം പരിപാടിക്കൊക്കെ ഈ ചൊർപ്പത്തിരി ഉണ്ടാവും. മസാല ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. സെക്കൻഡ് ലെയർ മൊത്തം മാവ് ഒഴിച്ചതിന് ശേഷം നമുക്കിത് ആദ്യത്തെ പോലെ തന്നെ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കുക്കാക്കാം.
2 മിനിറ്റിന് ശേഷം ഇതും കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. മസാല ഇട്ടതിന് ശേഷം നമുക്ക് അടുത്ത ലെയർ മാവ് ഒഴിച്ച് കൊടുക്കണം. അങ്ങനെ ഈ സ്റ്റീൽ പാത്രം ഫുള്ളാവുന്നത് വരെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ഇനി വീട്ടിൽ ചിക്കൻ വാങ്ങുമ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു ചായക്കടിയാണിത്. അങ്ങനെ ഞാനിത് അവസാന ലെയർ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അതിനായിട്ട് കുറച്ച് മസാല ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള മാവ് മൊത്തം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ അവസാനത്തെ ലെയർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് മൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് നമുക്കിത് കുക്കാക്കാം. 20 മിനിറ്റിന് ശേഷം ഇത് കുക്കായോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിക്ക് കൊണ്ട് ചെറുതായിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി. അതിലിത് പറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ ഇത് നന്നായിട്ട് കുക്കായി എന്നാണ് അർത്ഥം. ഇതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചൊറുപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ചൂട് പോയതിന് ശേഷം മാത്രമേ ഇത് കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് കുറച്ചുകൂടെ വലിയ പാത്രമാണെങ്കിൽ ഇതിൽ കുറേ ലെയർ ഉണ്ടാവുമായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല. വേറൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.